സാധാരണക്കാരന്റെ നട്ടെല്ലൊടിച്ച് 10 ദിവസത്തിനിടയിൽ രാജ്യത്തെ ഇന്ധനവില വീണ്ടും കുതിച്ചുയരുകയാണ്. 4 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 8 രൂപയുടെ വർധനവാണ് ഇന്ധനവിലയിൽ ഉണ്ടായിട്ടുള്ളത്. 2 ആഴ്ചയ്ക്കിടയിൽ 4 തവണയാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ പെട്രോൾ വില കൂട്ടിയിട്ടുള്ളത്. ഏകദേശം 113.50 പെട്രോളിനും 102.42 രൂപ ഡീസലിനുമാണ് നിലവിലെ വില. എന്നാൽ തിങ്കളാഴ്ച അന്താരാഷ്ട്ര വിപണിയിലെ ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില $100 താഴെയായിരുന്നു. $95 താഴെ എത്തുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി നാൾക്ക് നാൾ തകരുന്ന, അതിനെ തകർക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത്. 3ഉം 4ഉം തവണയും വില കൂട്ടിയിട്ടും ഇന്ധനവില 25-30 എങ്കിലും ഇനിയും കൂട്ടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ധനവില ഇങ്ങനെ കുതിച്ചു കയറുന്നതിന്റെ ഒരു പ്രധാന കാരണം അത് പശ്ചിമേഷ്യൻ സംഘർഷമാണ്. അതാണ് ആഗോള വിപണിയെ കലുഷിതമാക്കിയത്. ലോകത്തിലെ തന്നെ എണ്ണ ഇറക്കുമതിയിൽ 3ആം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ എണ്ണയുടെയും വാതകത്തിന്റെയും 90%. ഇത്തരം ഇറക്കുമതികൾക്കായി ഏകദേശം $174 ബില്യൺ മാർച്ച് 31 വരെ ഇന്ത്യ ചിലവഴിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകങ്ങളുടെയും പകുതിയും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള ഊർജ കയറ്റുമതി ഏകദേശം നിലച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ക്രൂഡ് ഓയിൽ വില വളരെയധികം ഉയർന്നത് ഇന്ത്യയെ പോലെ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തെ വളരെ ദോഷകരമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത്. അസംസ്കൃത എണ്ണയുടെ 90% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ഇത്രയധികം ഉയർന്നത് നമ്മെ വളരെ മോശകരമായി ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ രാജ്യത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നതും ഡോളർ കൂടുതൽ കരുത്താർജിക്കുന്നതും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധസമയത്ത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു. എങ്കിലും അമേരിക്കയുടെ നയങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും കാരണം ഇന്നിപ്പോൾ അത് നടക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ആഗോള പ്രതിസന്ധികൾ മുൻപേ തുടങ്ങിയതാണ്. എങ്കിലും തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ പൊതുമേഖല എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമാണ് അവർക്കുണ്ടായതെന്നാണ് അവർ തന്നെ പറയുന്നത്. എണ്ണ കമ്പനികൾക്ക് ഇത്രയധികം ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടും അവർ നഷ്ടത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എണ്ണ കമ്പനികൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നാണ് BPCL ചെയർമാൻ അടക്കം പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 57,000 കോടി രൂപ മുതൽ 58,000 കോടി രൂപ വരെയാണ് നഷ്ടം കണക്കാക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഇറക്കുമതി നികുതി കുറച്ചിട്ടും കമ്പനികൾ ഇപ്പോഴും കടുത്ത നഷ്ടം തന്നെയാണ് നേരിടുന്നത്. അത് നികത്താൻ വിലവർധനവല്ലാതെ എണ്ണ കമ്പനികൾക്ക് മറ്റു വഴികളില്ല. കേന്ദ്ര സർക്കാർ ഈ കടുത്ത വിലവർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് മറ്റു രാജ്യങ്ങളെ എടുത്ത് നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയിൽ വിലവർധനവ് വളരെ കുറവാണ് എന്നതാണ്. പാകിസ്ഥാനിൽ 3 മാസത്തിനുള്ളിൽ 54.9%, UAEയിൽ 52.4%, അമേരിക്കയിൽ 44.5% വില ഉയർന്നപ്പോൾ ഇന്ത്യയിൽ അത് 4 മുതൽ 5% വരെ മാത്രമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ നില ദീർഘകാലം തുടർന്നു പോകുന്ന ഒന്നല്ല എന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. എണ്ണ കമ്പനികൾ ഇപ്പോൾ നേരിടുന്ന നഷ്ടം കൊണ്ട് തന്നെ ഇനിയും പെട്രോൾ വില വർദ്ധിക്കും. ആ നഷ്ടം നികത്താൻ കുറഞ്ഞത് 10 മുതൽ 15 രൂപ വരെയെങ്കിലും ഇനിയും ഉയർത്തേണ്ടി വരും. കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണുള്ളത്. ആഗോള ഉൽപ്പന്ന വിപണിയിലെ അനിശ്ചിതത്വം മുൻനിർത്തി പരമാവധി വിദേശ നാണയം സംരക്ഷിക്കാൻ കൂട്ടായി പ്രവർത്തിക്കണം എന്നാണ് ധനമന്ത്രി അടക്കം പറയുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനത്തിനും വളത്തിനും സ്വർണത്തിനുമെല്ലാം ഉണ്ടായിരിക്കുന്ന വർധനവ് രൂപയിലെ വിനിമയം സാധ്യമാക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശ കറൻസിയിൽ ഇത്തരം വിനിമയം നടത്തുമ്പോൾ ഇറക്കുമതി ചിലവ് അനിയന്ത്രിതമായി കൂടും. അസംസ്കൃത എണ്ണയുടെ ഉപഭോഗത്തിൽ കുറവ് വരുത്തുന്നതിന് വേണ്ടി ശുപാർശകൾ കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. ഒന്നിലധികം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കുടെ GST കുറയ്ക്കുക, ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാമാണ് അവരുടെ അത്തരത്തിലുള്ള മാർഗങ്ങൾ. ഇന്ത്യയിൽ ഇന്ധനത്തിന്റെ ചില്ലറ വിൽപ്പന വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്കും രൂപയുടെ വിനിമയ നിരക്കിനും അടിസ്ഥാനത്തിലാണ്. പ്രധാന പൊതുമേഖല എണ്ണ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം ഇവരാണ് അത്തരത്തിൽ വില നിശ്ചയിക്കുന്നത്. അതിനൊപ്പം തന്നെ റിഫൈനറികൾ എത്തിച്ച് ശുദ്ധീകരിക്കുന്നതിന് ഉള്ള ചിലവ്, സംഭരണശാലകളിൽ എത്തിക്കാനുള്ള ചരക്ക് കൂലി, ഇൻഷുറൻസ്, കേന്ദ്ര സർക്കാർ ഓരോ ലിറ്ററിനും ഈടാക്കുന്ന നിശ്ചിത എക്സൈസ് ഡ്യൂട്ടി, പെട്രോൾ പമ്പുകളിൽ ഉടമസ്ഥർക്ക് നൽകുന്ന വിഹിതമായ ഡീലർ കമ്മീഷൻ, ഓരോ സംസ്ഥാന സർക്കാരും ചുമത്തുന്ന വിൽപ്പന നികുതിയായ വാറ്റ്, ഇവയെല്ലാം ഇന്ധന വിലയെ ഇന്ത്യയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിലയാണ് കേരളം പലപ്പോഴും നൽകുന്നത്. സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളിലെ വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. ചില സ്ഥലത്ത് നിശ്ചിത ശതമാനം നികുതിയായി ഈടാക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ അതിനൊപ്പം തന്നെ സെസ്സും ഈടാക്കുന്നുണ്ട്. പെട്രോളിന് 30.8% വിൽപ്പന നികുതിയും ഒപ്പം ₹1 അമിത വിൽപ്പന നികുതിയും ഈടാക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ₹2 സാമൂഹ്യ സുരക്ഷാ സെസ് ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. പുതിയ കേരള സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സെസ്സിലോ നികുതി വിഹിതത്തിലോ ഇളവ് വരുത്തിക്കൊണ്ട് ഇന്ധനവില കുറയ്ക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയും എണ്ണവില കുറയാതെ ഇരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരങ്ങലിലാക്കുന്ന കാര്യമാണ്. ഇന്ധനവില കൂടുന്നത് ചരക്ക് ഗതാഗത ചിലവ് കൂടുന്നതിന് കാരണമാകും. അത് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിരത നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. ഹോർമുസ് കടലെടുക്കുകളിലൂടെയുള്ള ചരക്ക് നീക്കം നേരിടുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകളെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഭക്ഷ്യം, LPG, വളം എന്നിവയുടെ സബ്സിഡിയിലെല്ലാം അധിക ചിലവാണ് ഉണ്ടാകാൻ പോകുന്നത്. അത്യാവശ്യ സാധനങ്ങളുടെ വിലയും ഒപ്പം കൂടും. അതിന്റെ കൂടെ തന്നെ കൃഷിക്ക് ആവശ്യമുള്ള ഡീസലിന്റെ വില വർദ്ധിക്കുന്നത് കാർഷിക മേഖലയിൽ കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കും. CNG അടക്കമുള്ളവയുടെ വില കൂടുന്നത് ട്രാവലിംഗ് എക്സ്പെൻസുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. വിമാന ടിക്കറ്റുകളുടെ വിലയും ഏവിയേഷൻ ടർബൈൻ ഫ്യൂലിന്റെ വില ഉയരുന്നത് കൊണ്ട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെ ഡെലിവറി ചാർജുകൾ ഇതിനനുസരിച്ച് കൂടും. അത് ഓൺലൈൻ ഷോപ്പിംഗും ഭക്ഷണ വിതരണവും കൂടുതൽ എക്സ്പെൻസീവ് ആകുന്നതിന് കാരണമാകും. കൺസ്യൂമറിസം കുറയുമ്പോൾ അത് മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യമായി മാറും. സാധാരണ ജനങ്ങൾ സാധനം വാങ്ങുകയും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഒരു മണി ഫ്ലോ ഉണ്ടായിക്കൊണ്ട് സാമ്പത്തിക രംഗം വളരുകയുമുള്ളൂ. സാധാരണക്കാരുടെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് വിപണിയിലെ ഉപഭോഗം പൂർണ്ണമായി നിലയ്ക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് കാരണമാകാൻ പോകുന്നത്. ഒപ്പം വിലക്കയറ്റം കുറയ്ക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്കുകൾ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്, അതായത് ഭവന വായ്പകൾ, ബിസിനസ് വായ്പകൾ, വാഹന വായ്പകൾ എന്നിവയുടെ പലിശ കൂടുന്നതും വലിയ സാമ്പത്തിക തിരിച്ചടികൾക്ക് കാരണമാകും. രാജ്യത്തെ പണപ്പെരുപ്പം ഇനിയും ഉയർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇന്ധനവില വർധനവിനെ കുറിച്ച് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഉയർന്ന ഇന്ധനവിലയ്ക്ക് കാരണം സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തുന്ന വാറ്റ് നികുതി ആണെന്നാണ് അവരുടെ ഭാഷ്യം. ഏറ്റവും കൂടുതൽ വാറ്റ് ചുമത്തുന്നത് കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ്. 31% വാറ്റ് അവർ ചുമത്തുന്നത്. അതിന്റെ ഒപ്പം പ്രത്യേക സെസ്സും ചുമത്തുന്നുണ്ട്. അത് ആ സ്ഥലങ്ങളിലെ വലിയ വിലക്കൂടലിന് കാരണമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. BJP ഭരിക്കുന്ന ഗുജറാത്ത്, UP, ഡൽഹി, ഗോവ, ഹരിയാന, ആസാം എന്നിവിടങ്ങളിൽ ₹102 മാത്രമാണ് കൂടിയിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം നടക്കുന്നതിന് മുൻപ് ഏപ്രിൽ തന്നെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഹയസ്റ്റ് റേറ്റിൽ ആയിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ പുതിയ ഓയിൽ റിഫൈനറികൾ കണ്ടെത്താൻ ആവാത്തതും റഷ്യയും ഇറാനും കുറഞ്ഞ നിരക്കിൽ നമുക്ക് എണ്ണ തരാൻ തയ്യാറാണ്, ഇന്ത്യ വാങ്ങാൻ തയ്യാറാകുമോ എന്ന AEP നേതാവ് സഞ്ജയ് സിംഗിന്റെ ചോദ്യവും ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ ഇന്ത്യയിൽ ഇന്ധന വില കുറയാത്തതും സർക്കാരിന്റെ പരാജയവും പിടിപ്പുകളും ദീർഘവീക്ഷണം ഇല്ലായ്മയും ആണെന്നാണ് പൊതുവികാരം. സാമ്പത്തിക ആസൂത്രണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിലക്കയറ്റവും പണപ്പെരുപ്പവും ഇന്ധന വിലയുമെല്ലാം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ നരകമാകുമെന്ന് പറയാതെ വയ്യ.